നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന മന്ത്രി അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. അത് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന AK ശശീന്ദ്രനാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ വന്യജീവി പ്രശ്നം, അതായത് മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ, അതായത് കാട്ടാനയടക്കം ഇറങ്ങി ആളുകളെ കൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ പോലും വയനാട്ടിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. അവിടങ്ങളിലൊക്കെ തന്നെ പോവാൻ പോലും ധൈര്യം കാണിക്കാത്തൊരു മന്ത്രിയാണ് AK ശശീന്ദ്രൻ. മാത്രമല്ല, പലതരത്തിലുള്ള വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ മൂർധന്യത്തിൽ നടക്കുകയാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില വാക്കുകൾ, അനന്തു എന്ന പാവപ്പെട്ട ഒരു മകൻ ഒരു പന്നിക്കണി വെച്ച് അതിൽ പെട്ട് ഷോക്കടിച്ച് മരിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചില വാഗ്ദങ്ങൾ അല്ലെങ്കിൽ വാഗ്വാദങ്ങൾ വരുന്നത് ഇത് രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി എന്നതാണ്. അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് UDF അല്ലെങ്കിൽ കോൺഗ്രസോ മുസ്ലിം ലീഗോ ഇത്തരത്തിലൊരു മരണം ഉണ്ടാവാൻ ആഗ്രഹിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് തികച്ചും വലിയ പ്രതിഷേധം ഉയർന്ന ഒരു പ്രസ്താവന തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും ഇന്ന് AK ശശീന്ദ്രൻ നിലമ്പൂരിലുണ്ട്. നിലമ്പൂരിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കും അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിലേക്കൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധ മാർച്ച് അടക്കം നടത്തുന്നുണ്ട്. അതായത് സ്വരാജിന് വിജയിക്കാനുള്ള ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രചരണമാണ് പ്രത്യേകിച്ച് LDFും സർക്കാരും CPM ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാം കലമുടക്കുന്ന, അതായത് അവസാനം കൊണ്ടുപോയി കലമുടയ്ക്കുക എന്ന രീതിയിലേക്ക് AK ശശീന്ദ്രന്റെ ഇത്തരം വാക്കുകൾ എത്തി എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് ഒരു സർക്കാരിന് വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ് AK ശശീന്ദ്രൻ. തൊടുന്നതിനും പിടിച്ചതിനൊക്കെ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുക, കൃത്യമായ ഇടപെടൽ വനം വകുപ്പിൽ നടത്താതിരിക്കുക, ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുക അല്ലെങ്കിൽ ഉത്തരവാദിത്തം ചെയ്യാതിരിക്കുക എന്നതൊക്കെയാണ് ഈ മന്ത്രിയുടെ ഒരു മുഖമുദ്ര. മാത്രമല്ല, പാർട്ടിയിലും ഇദ്ദേഹത്തിന് നിരവധി ശത്രുക്കളുണ്ട്. NCP എന്ന ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും അവർക്കിടയിലും പടലപ്പിണക്കങ്ങളും ഒക്കെ വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. എന്തായാലും പിണറായി സർക്കാരിന് മുന്നിൽ, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പറയിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു മന്ത്രിയായി ഈ AK ശശീന്ദ്രൻ മാറി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം.